ഗൈസ്, അങ്ങനെ പുതിയൊരു മാസം ആരംഭിക്കുന്നു, ഫെബ്രുവരി. ആ ഫെബ്രുവരി ആരംഭിക്കുമ്പോൾ ഒരു കാര്യം പറയണം, ജനുവരി ട്രാൻസ്ഫർ വിൻഡോ അടച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും മികച്ച ജനുവരി ട്രാൻസ്ഫർ ജാലകമാണോ ഈ കടന്നു പോയത്? ഒരു യെസ് ഓർ നോ എന്ന് പറയുന്നൊരു ഉത്തരം ഞാൻ പറയുന്നില്ല. ഞാൻ ചില കാര്യങ്ങൾ സംസാരിക്കാം, അതിൽ നിന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കിക്കോളൂ ഇതൊരു ബെസ്റ്റ് ആണോ അല്ലെങ്കിൽ അല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ നിസ്സംശയം പറയാനായിട്ട് സാധിക്കും, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതലൊരു മൂവ്മെൻ്റ് ഉണ്ടായിട്ടുള്ള ഒരു ജനുവരി ട്രാൻസ്ഫർ ജാലകമായിരുന്നു ഇത് എന്നുള്ളത്. 12 പ്ലേയേഴ്സുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ആണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ ജാലകം. നമ്മൾ കണക്കുകൾ പറയുകയാണെങ്കിൽ 39 എന്ന് പറയുന്നൊരു കണക്കാണ് ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ ജാലകം അടയ്ക്കുന്ന സമയത്ത് നമ്മളൊരു സ്കോർ എന്ന നിലയിൽ പറയുന്നത്. അതായത് 3 ഇൻകമിങ്സും 9 ഔട്ട് ഗോയിങ്സും. ഇപ്പോൾ ഇതിൽ റിസർവിൽ ആഡ് ചെയ്തിട്ടുള്ള പ്ലേയേഴ്സ്, പ്രീ കോൺട്രാക്ട് ആയിട്ടുള്ള പ്ലേയേഴ്സിനെ ഒന്നും ഈ ഒരു കണക്കിൽ പെടുത്താൻ പറ്റില്ല. 3 പ്ലേയേഴ്സ് പോയാൽ ഒരു പ്ലേയേഴ്സ് വരും എന്ന കണക്കിലാണ് ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. സോ ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ വിൻഡോ നമ്മൾ എങ്ങനെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യണമെന്നൊക്കെ ഉള്ളത് നമ്മൾ ഒരു ഒക്ടോബറിലൊരു വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതായത് നമുക്ക് ജനുവരി കഴിഞ്ഞാൽ ആകപ്പാട് ലീഗ് സ്റ്റേജിൽ 5 മാച്ചസ് മാത്രമാണുള്ളത്. അപ്പം നമ്മൾ ഏറ്റവും പെട്ടെന്ന് ജനുവരി ട്രാൻസ്ഫർ ജാലകം ഉപയോഗിക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളത്. പക്ഷേ ആ ഒരു കാര്യമാണെന്നും അല്ല സംഭവിച്ചിട്ടുള്ളത്. ആദ്യം നമുക്ക് ഇൻകമിങ്സിലേക്ക് വരുന്ന സമയത്ത് ഫോറിൻ പ്ലെയർ എന്ന നിലയിൽ ഡുസാൻ ലഗത്തോറിനെ കൊണ്ടുവന്നു, അതുപോലെ ബികാഷ് ഷിംനാമിനെ കൊണ്ടുവന്നു, ഗോൾ കീപ്പറായിട്ടുള്ള കമൽജിത് സിംഗിനെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ 3 താരങ്ങളെ നമുക്ക് ജനുവരിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ഇപ്പം ഡൂസൻ ലഗാത്തോർ കുറച്ച് മിനിറ്റ്സ് കളിച്ചിട്ടുണ്ട്, പക്ഷേ അദ്ദേഹം ഇപ്പോഴും ഈ ഒരു ടീമായിട്ട് സെറ്റായി വരുന്നൊരു സാഹചര്യമാണുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു മാച്ച് സസ്പെൻഷൻ കാരണം കളിക്കാനും പറ്റാതെ പോയി എന്നുള്ളൊരു ഫാക്ടറാണുള്ളത്. അടുത്ത താരം ബികാഷ് ഷിംനാമാണ്. അദ്ദേഹം പറഞ്ഞ പോലെ വന്നൊരു പരിക്കുമായിട്ടൊക്കെ തന്നെയാണ് വന്നത്. അദ്ദേഹത്തെ കുറച്ച് നാളുകൾക്ക് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. മോഹൻ ബഗാൻ മാച്ചിൽ പോലും അദ്ദേഹത്തെ ഉപയോഗിക്കാൻ കഴിയുമോ എന്നുള്ളത് നമുക്ക് നോക്കിക്കാണേണ്ട ഒരു ഫാക്ടറാണ്. കമൽജിത് സിംഗും ട്രാൻസ്ഫർ ജാലകത്തിൽ അടയ്ക്കുന്നതിൻ്റെ ഒരു ദിവസമാണ് സൈൻ ചെയ്യുന്നത്. സോ ഇനി നമുക്ക് 2 ആഴ്ചകളൊക്കെ ഉണ്ട്. പക്ഷേ ജനുവരിയിൽ അദ്ദേഹത്തെ എന്താണെങ്കിലും ഉപയോഗിക്കാൻ സാധിച്ചിട്ടില്ല. ഇനി വരുന്ന മത്സരത്തിലൊക്കെ അദ്ദേഹം എത്രത്തോളം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കണം. എന്താണെങ്കിൽ ഈ സീസണിൽ അദ്ദേഹം ഇതുവരെ മാച്ചസ് ഒന്നും കളിച്ചിട്ടില്ല. ഡയറക്റ്റ്ലി അദ്ദേഹം ഒരു ഗോൾ കീപ്പിംഗ് ആ ഒരു പൊസിഷനിലേക്ക് വരുമോ ഫസ്റ്റ് ചോയ്സ് എന്ന നിലയിലേക്ക് എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ട കാര്യമാണ്. ഇനി ഔട്ട് ഗോയിങ്സിലേക്ക് വരുന്ന സമയത്ത് ടീമിൻ്റെ അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടെന്ന് പറയാൻ പറ്റുന്ന പ്ലേയേഴ്സ് ഒന്നും തന്നെ പോയിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ പറയേണ്ടത്. ഇപ്പോൾ ഒരു വിദേശ താരം പോയി, ബാക്കി ഡൊമസ്റ്റിക് പ്ലേയേഴ്സൊക്കെയാണ് പോയിട്ടുള്ളത്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിലും നമുക്ക് ഇപ്പോൾ റൈറ്റ് വിങ്, റൈറ്റ് ബാക്ക് പൊസിഷൻസിലൊക്കെ പ്ലേയേഴ്സിനെ ആവശ്യമായിരുന്നു എന്നുള്ളത് നമ്മൾ എപ്പോഴും സംസാരിക്കുന്ന ഒരു വിഷയമാണ്. ഇപ്പോൾ റൈറ്റ് വിങ്ങിൽ നിന്ന് 2 പ്ലേയേഴ്സ് പോയി, റൈറ്റ് ബാക്കിൽ നിന്ന് 1 പ്ലേയേഴ്സ് പോയി എന്ന സാഹചര്യത്തിൽ പോലും നമുക്ക് അവിടെ ഒരു റിക്രൂട്ട്മെൻറ്റ് നടത്താനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ നമ്മൾ ഔട്ട് ഗോയിങ്സിൻ്റെ കാര്യത്തിൽ പെട്ടെന്ന് തന്നെ റിലീസ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. ഇപ്പം എനിക്ക് തോന്നുന്നത് ബിജോയും സോംകുമാറും ഒക്കെ ഒഴിച്ച് ബാക്കി എല്ലാ പ്ലേയേഴ്സും ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ മറ്റ് ക്ലബ്സിൽ ജോയിൻ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ക്ലബ്ബ് വിട്ടു പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. സോ ഇൻകമിങ്സിൽ മാത്രമേ ഈ ഒരു ലാഗ് സംഭവിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു ഹാപ്പനിങ്സ് സംഭവിച്ചിട്ടുള്ള ഒരു ട്രാൻസ്ഫർ വിൻഡോ തന്നെയാണ് ഈ കടന്നു പോയത് എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് അത്രയും പ്ലേയേഴ്സ് ഇൻവോൾവ്മെൻറ്റും, അല്ലെങ്കിൽ 3 ഇൻകമിങ്സ് ആണെങ്കിൽ ഇൻകമിങ്സ് നടന്നിട്ടുണ്ടെങ്കിൽ കൂടി അത് ക്ലബിനെ ഏത് തരത്തിൽ ഗുണം ചെയ്തിട്ടുണ്ട്, ഒരു പോസിറ്റീവായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതൊന്നും അത് നിങ്ങൾ തന്നെ ചിന്തിക്കുക, അത് മനസ്സിലാക്കുക. അതാണ് ഞാൻ ആദ്യം പറഞ്ഞു, ഞാൻ യെസ് ഓർ നോ പറയുന്നില്ല എന്നുള്ളത്. അപ്പം നിങ്ങളുടെ എന്താണ് അഭിപ്രായം എന്നുള്ളത് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റും. കളിക്കാൻ സെനിങ് ഓഫ്.